ഞങ്ങൾക്ക് SDP-യെയും മുസ്ലിം ലീഗിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയണം. ഒരു നിലപാട് പറഞ്ഞാൽ, ഒരു പിന്തുണ പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയോടാണ് നിങ്ങൾ കൊടിയുമായിട്ട് വരരുത്, ഞങ്ങളും കൊടിയും എടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയേണ്ടി വന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി വെച്ച്, കോൺഗ്രസിന്റെ കൊടി വെച്ച് വയനാട്ടിൽ പ്രകടനം നടത്തുക എന്നുള്ളതാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. ഒന്ന്, വയനാട് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ റോഡ് ഷോ. അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടി ഉപയോഗിക്കാതിരുന്നത് വലിയ വിമർശന വിധേയമാകുന്നുണ്ട്. ഒപ്പം SDP-ഐ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്തുണ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ UDF ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബാണ്. ജേക്കബ്, നമ്മൾ ഈ SDP-യുടെ കാര്യം സംസാരിക്കുമ്പോൾ SDP-ഐ ഈ ഒരാവശ്യമില്ലാതെ അങ്ങോട്ട് ചെന്ന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു തലവേദന ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്? തീർച്ചയായിട്ടും അത് SDP-യുടെ രാഷ്ട്രീയ ജനിതകത്തിന്റെ ഭാഗമാണ്. അവർ കൊണ്ടു നടക്കുന്ന വർഗീയ ക്രിമിനൽ രാഷ്ട്രീയം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തെ സെക്യുലർ പൊളിറ്റിക്സിന് നിഴലിൽ നിർത്തുക എന്നുള്ളത് അവരുടെ വളരെ പ്രൈമറി ആയിട്ടുള്ള താല്പര്യമാണ്. കാര്യം അവർ പറയുമ്പം ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഒക്കെ പറയുമെങ്കിലും ഇൻ ഇഫക്റ്റ് അവർ ചെയ്യുന്നത്, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സെക്യുലറിസം നിലനിൽക്കുന്നത് ഇവിടുത്തെ വർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് മസൽ പിടിച്ചിട്ടല്ല. ഇവിടുത്തെ സാധാരണ മനുഷ്യർ ഈ രാജ്യം സെക്യുലറായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവർക്കെതിരെ ഉണ്ടായ വലിയ വിജയമാണ് RSS BJP-യുടെ വിജയം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിക്കല്ലുകൾ ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തിരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ സെക്യുലർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ ഒരു ഐക്യമുന്നണിക്ക് അല്ലാതെ ഇത് വെക്കാൻ പറ്റില്ല. ഈ RSS SDP എന്നുള്ളത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എളുപ്പം മനസ്സിലാകുന്ന ആളുകളാണ്. പക്ഷെ സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. SDP-ക്ക് സെക്യുലർ പൊളിറ്റിക്സിനെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ PFI നിരോധിച്ചപ്പം, ഈ SDP-യുടെ ഗുരുക്കന്മാരാണല്ലോ PFI നിരോധിച്ചപ്പം ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായ 2 സ്ഥലങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും എന്തിനാണ് ഇവര് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള SDP-യുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. PFI എന്നുള്ളതല്ല, അവർക്ക് ഏത് കാര്യത്തിലും നാട്ടിൽ സമാധാനപരമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഏറ്റവും വയലന്റ് ആയിട്ട് കേരളത്തിൽ അവർ വയലന്റ് ആയിട്ട് അക്രമ സമരം നടത്തി. തമിഴ്നാട്ടിൽ അതിലും ഭീകരമായിട്ടുള്ള വയലൻസ് ആണ് അവർ നടത്തിയത്. അവർ ചെയ്തത് RSS BJP നേതാക്കന്മാരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും നേരെ അവർ ബോംബെറിഞ്ഞു. എന്താണ് അതുകൊണ്ടുണ്ടായ മെച്ചം? ഈ 2 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്ന നാടല്ല. PFI നിരോധിച്ചാൽ അവർ ബോംബെറിയുന്ന നാടാണ് കേരളവും തമിഴ്നാടും എന്നൊരു പ്രചാരണം ഉണ്ടാക്കാൻ RSS-ന് വഴിവെച്ച പാർട്ടികളാണ് ഇവർ. എന്താവശ്യത്തിനാണ് ഇവർ ചെയ്തത്? കേരളത്തിലും തമിഴ്നാട്ടിലും 2 സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളാണ്. ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും, മതന്യൂനപക്ഷങ്ങൾക്കടക്കം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പരിസരം ഒരുക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള 2 പാർട്ടികൾ, അവർ നടത്തുന്ന 2 സർക്കാരുകൾ. ആ സർക്കാരുകൾ ഉള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് ഇവർ ഈ അക്രമ സമരം നടത്തിയത്? സമരം നടത്തി എനിക്ക് മനസ്സിലാവും. എന്തിനാണ് ഇവർ അക്രമ സമരം നടത്തി? ഈ അക്രമ സമരത്തിന്റെ ഒരു വലിയ പ്രത്യാഘാതം എന്താണെന്നറിയാം രാജീവ്? അവിടെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം RSS നടത്താനുള്ള റാലിക്ക് തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചു. RSS കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പം സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവരെ ബാൻ ചെയ്യുന്നത്, ഇവരുടെ റാലി ബാൻ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, അവിടെ വളരെ ഈ RSS PFI അക്രമത്തിന് ശേഷമുള്ള സമയത്തായിരുന്നു. അവിടെ വലിയ സംഘർഷാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇപ്പം RSS റാലി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ കോടതി അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കോടതി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞപ്പം ഈ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ PFI-ക്കാർ RSS-കാർക്ക് നേരെ ബോംബ് എറിഞ്ഞിട്ടാണ് ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. കോടതി പറഞ്ഞു, RSS ആണ് റൂട്ട് മാർച്ച് നടത്താൻ അനുമതി തേടി ഞങ്ങളുടെ അടുത്ത് വന്നത്. ഈ നിങ്ങൾ പറയുന്ന സംഘർഷാവസ്ഥ ഉണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ സംഘർഷാവസ്ഥ RSS അവിടെ വിക്ടിമാണ്. അവരല്ല ബോംബ് എറിഞ്ഞത്, അവർക്കെതിരെയാണ് ബോംബ് എറിഞ്ഞത്, അവരല്ല പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ RSS-ന് ഒരു ഇരയുടെ വേഷം കെട്ടാൻ സുപ്രീം കോടതിയിൽ അവസരം കൊടുത്ത പാർട്ടിയാണ് ഈ SDP-ഐ എന്നുള്ളത്. സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവരുടെ സഹായം വേണ്ട എന്ന് സന്തോഷത്തോടു കൂടി UDF-ഉം കോൺഗ്രസും പറഞ്ഞത് അടുത്ത കാലത്ത്
ഈ രണ്ട് കൂട്ടരും UDF-ഉം കോൺഗ്രസും എടുത്ത ഏറ്റവും നല്ല യുക്തിഭദ്രമായ ലോജിക്കലായിട്ടുള്ള ശരിയായ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. നമ്മളിത് പറയുമ്പോഴേ SDP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ വർഗീയ സ്വഭാവവും അല്ലെങ്കിൽ തീവ്ര നിലപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ലേ? രാജീവ്, നിങ്ങൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ അത് പറ്റണമല്ലോ, അത് പറ്റണം. പക്ഷെ എയറിൽ നിന്നല്ല, ശൂന്യതയിൽ നിന്നല്ല രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് ഈ ഇങ്ങനെ ഒരു പിന്തുണ കോൺഗ്രസിന് കൊടുക്കുന്നതോടുകൂടി ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇവര് സെക്യുലർ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും SDP-യുടെ രാഷ്ട്രീയവും തമ്മിൽ എവിടെയാണ് യോജിക്കുന്നത്? കോൺഗ്രസ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 140 വർഷത്തെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവരും SDP-യും തമ്മിൽ എന്താണ്? SDP എന്നുള്ളത് വർഗീയത മാത്രം കൈവശം വെച്ച് അക്രമമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാർഗമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകൾ. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അവർ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞാൽ പാൽപ്പായസത്തിൽ വിഷം ചേർക്കുന്നതും തുല്യമാണ്. പിന്നെ ആ വിഷം കുടിക്കണമെന്ന് മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇലക്ഷന് മുമ്പിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്തോട്ട് ഇവരെ കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലപാടിൽ സ്വയം വിഷം കലർത്തുക എന്നുള്ളതാണ് അർത്ഥം. ആ വിഷവുമായിട്ട് നാട്ടുകാരുടെ അടുത്ത് കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? ഇവരുടെ നിലപാട് ഇതാണ്. SDP എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ല. അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി അക്രമത്തിന് മാർഗമാണ് എന്നുള്ളത് അവർ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അവർ പ്രതിദാനം ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ജനസമൂഹത്തിന് വേണ്ടി ഒരു മെച്ചപ്പെട്ട കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരുടെ നിലപാടുകൾ കൂടുതൽ ദുഷ്കരമാക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് SDP എന്ന് പറയുന്നത്. അവരുടെ ഒരു സഹായവും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ തീരുമാനം ഞാൻ അങ്ങേയറ്റം നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത് നമുക്ക് അങ്ങനെയേ പറ്റൂ. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാനേ പറ്റൂ. ആ നിലപാടിലേക്ക് കോൺഗ്രസും UDF നേതൃത്വം എത്തിയെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് SDP പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടുന്നതിൽ ആർക്കും വിരോധമില്ല. പക്ഷെ അവർ ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനം അല്ല അവരെ നടത്തുന്നത്. അവർ നടത്തുന്ന ക്രിമിനലിസത്തിന് മറയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില രാഷ്ട്രീയ ഉടായ്പകളല്ലാതെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതായിട്ട് ഞാൻ പരിഗണിക്കും. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ UDF-ഉം കോൺഗ്രസും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ വളരെ യുക്തിഭദ്രമായൊരു തീരുമാനമെടുത്തു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതേ തീരുമാനമെടുത്ത കോൺഗ്രസിനും UDF-നും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റോഡ് ഷോയിൽ ആ കൊടികൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇല്ല. ഈ കൊടി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വയനാട്ടിൽ റോഡ് ഷോയിൽ കൊടികൾ ഉപയോഗിച്ചപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് BJP ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ കൊടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഈ SDP-യുടെ കാര്യത്തിലെടുത്ത യുക്തിഭദ്രമായ തീരുമാനം വയനാട്ടിലെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. SDP-യുടെ ഈ തീരുമാനം കൊണ്ട് കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അത് അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ കോൺഗ്രസിന് വയനാട്ടിൽ അവരുടെ കൊടി ഉയർത്താനും പറ്റില്ല. അവരുടെ ഏറ്റവും പഴയ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താനും പറ്റില്ല എന്നുള്ളത് കോൺഗ്രസ് കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി എടുക്കുന്ന നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ്. കോൺഗ്രസിന്റെ എന്നത്തെയും ശക്തി കേന്ദ്രമായിരുന്ന ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ നിന്നും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഓടിപ്പോയി എത്തേണ്ടത് വയനാട്ടിലാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നത് ഇങ്ങനെ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് കോൺഗ്രസ് ആ തീരുമാനങ്ങൾ എടുക്കാതിരുന്നത് കൊണ്ടാണ്. കോൺഗ്രസ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സെക്യുലർ ലിബറൽ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഈ രാജ്യത്തെ സെക്യുലർ ലിബറൽ ആയിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിലപാടെടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ നിലപാടുകൾ എടുക്കേണ്ടി വന്ന സന്നിധാവസ്ഥയിലൊക്കെ RSS BJPക്ക് അനുകൂലമായിട്ട് അവർ സ്വന്തം നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ടാണ്
കോൺഗ്രസ് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായിട്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ എത്തി വന്ന് നിൽക്കുന്നത്. ഞാൻ ഇതിന് ഈ ഈ അങ്ങേറ്റം ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് പക്ഷപാതിയല്ല. പക്ഷെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതിന്റെ കൊടി ഉയർത്തി ഇന്ത്യയിൽ ഒരു പ്രകടനം നടത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഇതിനെ വർഗീയമായി അങ്ങേയറ്റത്തെ വർഗീയമായി ഉപയോഗിക്കാൻ നിൽക്കുന്നത് RSS BJP ആണ്. അമിത്ഷാ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഈ പ്രകടനം പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ നടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ കൂടുതൽ പച്ചവർഗീയമാക്കി മാറ്റി. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാക്കന്മാർ ഓടിപ്പോയിരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന ഏത് കാര്യത്തെയും പച്ചവർഗീയമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉത്തരേന്ത്യ വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം RSS BJP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അതാണ് നമ്മുടെ രാഷ്ട്രീയപരമായ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും സമൂർത്തമായിട്ടുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. കോൺഗ്രസ് എന്ത് ചെയ്താലും അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം RSS BJP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു SDP-യുടെ നിലപാട് കോൺഗ്രസിന് ഗുണകരമായി വരാം. കോൺഗ്രസ് അത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ കോൺഗ്രസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പഴയ ഏകദേശം 50-60 വർഷത്തോളം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഖ്യകക്ഷിയായി കിട്ടിയാൽ കൊള്ളാം എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നുമെങ്കിൽ ആ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ, അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ, ഒരു നിലപാട് പറഞ്ഞാൽ, ഒരു പിന്തുണ പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയോടാണ് നിങ്ങൾ കൊടിയുമായിട്ട് വരരുത്, ഞങ്ങളും കൊടിയും എടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയേണ്ടി വന്നത്. കോൺഗ്രസ് ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിം ലീഗിന്റെ കൊടി വെച്ച് കോൺഗ്രസിന്റെ കൊടി വെച്ച് വയനാട്ടിൽ പ്രകടനം നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് BJP-കാരന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് നേതാക്കന്മാർ പറയണം, ഞങ്ങൾക്ക് SDP-യെയും മുസ്ലിം ലീഗിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയണം. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് 17 സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നും അവര് വർഗീയ പാർട്ടി അല്ല എന്നുള്ള കാര്യം കേരളത്തിലെ BJP-കാർക്ക് പോലും അറിയാമെന്നും, എന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൂടെ കൂട്ടിയതെന്നും, എന്നാൽ SDP അതല്ല എന്നും, SDP ഒരു വർഗീയ പാർട്ടിയാണെന്നും SDP-യുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറയാനുള്ള ഒരു അവസരം ഇപ്പൊ കോൺഗ്രസിനും. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരാ, ഡൽഹിയിൽ വിളിച്ചു പറയണം, രാഹുൽ ഗാന്ധി പറയണം. അത് മുസ്ലിം ലീഗിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, മുസ്ലിം ലീഗ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, അവർ രാഷ്ട്രീയ നിലപാട് RSS BJP പറയുന്നത് പോലെയല്ല, അവരൊരു സാമുദായിക പാർട്ടിയാണ്, അവരൊരു വർഗീയ പാർട്ടി അല്ല എന്ന് ഉറച്ചു പറയാനുള്ള, അത് പറയുമ്പം അതിന് കോൺഗ്രസിന് ഒരു വർഗീയ പാർട്ടിയും ഒരു സാമുദായിക പാർട്ടിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് SDP-യെ ഞങ്ങൾ പുറത്താക്കി, SDP-യുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തത് കൊണ്ട് അതിനൊരു ഡിവിഡന്റ് കോൺഗ്രസ് എടുക്കണം. അത് മുസ്ലിം ലീഗിന് മാത്രമല്ല, മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന ജനസമുദായത്തെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന നടപടിയായിരിക്കും അത്. അതുകൊണ്ട് കോൺഗ്രസ് അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനെ കൂട്ടി മുസ്ലിം ലീഗിന്റെ പതാക കൊണ്ട് വയനാട്ടിൽ പ്രകടനം നടത്തണം. ആ പ്രകടനം നടത്തിയിട്ട് ഉത്തരേന്ത്യയിലുള്ള മനുഷ്യരോട് പറയണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയവാദികളുടെ പാർട്ടി അല്ല, വർഗീയവാദികളുടെ പാർട്ടി വേറെയുണ്ട്, അത് SDP ആണ്, അവരെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, ഇവരുമായിട്ട് ഞങ്ങൾ 60 വർഷക്കാലം ഞങ്ങൾ കൂട്ടിലാണ്. ഇതുകൊണ്ട് കോൺഗ്രസിന് പുതുതായി വോട്ട് പോകാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു അപഖ്യാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസിന് ഒരു ചാൻസ് SDP ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ പ്രചരണം SDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വിമർശനം ഉന്നയിക്കാൻ മുൻപന്തിയിൽ CPM-ഉം ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ കൊടി ഉപയോഗിക്കാതിരുന്നത്, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി ഉപയോഗിക്കാതിരുന്നപ്പോൾ അത് വിമർശിക്കാനും LDF ഉണ്ട്. അപ്പോൾ ഈ BJP-യുടെ അതേ രീതിയിൽ LDF-ഉം വിമർശിക്കുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കത് ശരിയാണെന്ന് പറയേണ്ടിയും വരുന്നുണ്ട്. ഈ RSS BJP പേടിച്ച് കോൺഗ്രസ് അതിന്റെ കൊടി കൊണ്ട് പൂഴ്ത്തി വെക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നിങ്ങൾ എത്ര കാലം ഓടും ഇങ്ങനെ? നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനോട് വിശ്വാസമുള്ള കോൺഗ്രസ്സുകാർക്ക് പറയട്ടെ, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്, മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒപ്പം 60 വർഷമായിട്ടുള്ള പാർട്ടിയാണ്, എന്ത് തരത്തിലുള്ള വർഗീയതയാണ് മുസ്ലിം ലീഗായിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിന് ആകെ 55 സീറ്റാണുള്ളത്, 54 സീറ്റ്.
സോറി 44 സീറ്റ്, അതിനകത്ത് 17 കേരളത്തിൽ നിന്നാണ്. എവിടെയാണ് എന്താണ് കോൺഗ്രസ് ഇനിയെങ്കിലും അവരുടെ നിലപാട് പറയാൻ ഒരു ധൈര്യം വേണ്ടേ? ഞങ്ങളുടെ നിലപാട് ഇതാണ്. നിങ്ങൾ NDAക്ക് കിട്ടുന്ന 300 ചില്ലറ സീറ്റുകളിൽ ഒരു ഒറ്റ മുസ്ലിം ഇല്ലാതെ പോകുമ്പം ഞങ്ങൾ അങ്ങനെയല്ല. 14% മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഇനിയെങ്കിലും അവർ പറയണ്ടേ? അതല്ലാതെ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ ഉടനെ തന്നെ അത് മുഴുവൻ പാകിസ്ഥാനിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളുടെ കൊടി കൂടെ വേണ്ടെന്ന് വെച്ചേക്കാന്ന് കോൺഗ്രസ് എടുക്കുന്നത് എന്തൊരു ഭീരുത്വമാണ്, എന്തൊരു രാഷ്ട്രീയ ഭീരുത്വമാണ്. ഈ ഷാബാനു കേസിൽ ഉണ്ടായ ന്യായമായ ഒരു കോടതി വിധി മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് ഓടി തുടങ്ങിയ ഓട്ടമാണ്. അതായത് നിലപാടില്ലായ്മ കൊണ്ട് കോൺഗ്രസ് ഓടി തുടങ്ങിയ ഓട്ടമാണ്. ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി വന്ന ഹിന്ദു വർഗീയവാദികൾക്കെതിരെ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ ഇങ്ങനെ ക്രിട്ടിക്കൽ ജനറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഓടിയ ഓട്ടമാണ് ഇപ്പൊ കൊടിയില്ലാതെ വയനാട്ടിൽ പ്രകടനം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരൻ തിരിച്ചു എത്ര കാലം ഓടും? നമ്മൾ ഈ പല സാഹിത്യ നിങ്ങൾ പേടിച്ചോടിയാൽ നിങ്ങൾ എവിടെ വരെ ഓടും? വയനാട് ഇനി അങ്ങോട്ട് ഓടാനില്ലല്ലോ. കാരണം വയനാട് മുഴുവൻ കുന്നും മലയാണ്. അവിടെ മുഴുവൻ സെക്യുലർ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾ ഇനി അവിടെ പോലെ നിങ്ങൾക്കൊരു പ്രകടനം നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി എങ്ങോട്ട് പോകും? ഹിമാലയത്തിൽ പോകും. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇന്ത്യയിൽ കാശ്മീർ തുടങ്ങി കന്യാകുമാരി വരെയും ഗുജറാത്ത് തുടങ്ങി അരുണാചൽ പ്രദേശ് വരെയുമുള്ള വില്ലേജുകളിൽ ഈ പാർട്ടിക്കാരില്ലേ? ആ കൊടിയില്ലേ? ആ കൊടിക്ക് വലിയ പാരമ്പര്യമില്ലേ? ഇതുവരെ എന്താണ് ഇവർ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ രാജ്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ പേടിയില്ലേ? കോൺഗ്രസ്സുകാരൻ അവന്റെ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് കേരളം പോലെ ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്? കോൺഗ്രസ് നിർബന്ധമായിട്ട് തിരുത്തണം. SDP ആയിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനോട് കാണിച്ച മര്യാദകേട് കോൺഗ്രസ് മാറ്റിവെക്കണം. അമ്മാതിരി പണി ഇനി കോൺഗ്രസ് ചെയ്യരുത്. RSS BJPയോട് നേരിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആ പണി നിർത്തുന്നതല്ലേ നല്ലത്. അങ്ങനല്ലല്ലോ കോൺഗ്രസിന്റെ ലക്ഷ്യം. അപ്പം വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ കാണാൻ പറ്റുന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയ കോൺഗ്രസിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഇനി കോൺഗ്രസിനൊന്നും നഷ്ടപ്പെടാനില്ല. കോൺഗ്രസിന് കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പം നിലപാട് ഉറച്ചു പറയാനുള്ള ഒരു സാധ്യത, ഒരു മുഹൂർത്തം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ സെക്യുലർ ലിബറൽ ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ് ഉറപ്പിച്ചു പറയാനുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, അവർക്കൊപ്പമുള്ള മുസ്ലിം ലീഗ്, അവർക്കൊപ്പം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക് അള്ളുവെക്കാൻ ശ്രമിക്കുന്ന SDPI, ഈ സാഹചര്യങ്ങൾ ചേർന്ന് കോൺഗ്രസിന് അതിന്റെ നിലപാട് ഉറപ്പിച്ചു പറയാൻ, ഈ രാജ്യത്തെ മനുഷ്യരോട് ഉറപ്പിച്ചു പറയാനുള്ള ഒരവസരമായി എന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ രാജ്യത്തെ 14% വരുന്ന ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നും അവരെ ചേർത്ത് പിടിച്ചാണ് ഇത്രയും കാലം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും ഇനി അങ്ങോട്ടും അത് തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നതെന്നും നമ്മുടെ രാജ്യത്തെ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരോടും നിങ്ങൾ വിചാരിക്കരുത് ഈ രാജ്യത്തെ മനുഷ്യർ മുഴുവൻ ഹിന്ദു വർഗീയവാദത്തിന് വേണ്ടി എഴുതി കൊടുത്തവരാണ് സ്വയമെന്നും. 33-34% വോട്ട് കൊണ്ടാണ് BJP രാജ്യം ഭരിക്കുന്നത്. ബാക്കിയുള്ള മനുഷ്യർ അവിടെയുണ്ട്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, അവരെ കൂടെ നിർത്താതെ ഈ രാജ്യത്തേക്ക് നിങ്ങൾ എങ്ങനെ റെഡീം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവരോട് പറയേണ്ടത് ഈ രാജ്യം എല്ലാ മനുഷ്യരുടെയും ആണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അത് ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണെന്ന് കോൺഗ്രസിന് പറയാനുള്ള ഒരു സാധ്യത, ഒരു അവസരം ഇപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. SDP പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് വയനാട്ടിലെ കൊടി ഉപേക്ഷിക്കലിലൂടെ നഷ്ടപ്പെടുത്തുകയാണോ കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.